അല്ലാ, മേലും കൈയൊക്കെ എന്ത് ജാതി വേദനയാണ്. കുറച്ചേരം പോയി കിടക്കാൻ നോക്കട്ടെ. ആ ആ അമ്മ ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അല്ലേ? നീ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കേ. ഞാൻ കുറച്ചേരം പോയി കിടക്കാൻ നിൽക്കുകയാണ്. അതൊക്കെ നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. എനിക്ക് അടുക്കളയിൽ പണിയുണ്ടേ. നിങ്ങളിത് മടക്കി വെച്ചിട്ട് കിടക്കേ. കാട്ടുന്ന ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ 22ഉം 24 വയസ്സിലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലത്തെ ഒരു പണിയും ചെയ്യാൻ അറിയില്ല. അതൊക്കെ പണ്ടത്തെ പെൺകുട്ടികൾ 15 16 വയസ്സാകുമ്പോഴേക്കും കെട്ടിക്കൊണ്ടിരും. ആ കുട്ടികൾക്ക് വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യാൻ അറിയുകയും ചെയ്യും. എന്നെയൊക്കെ 15ാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. ഞാൻ വന്നേ പിന്നെ എൻ്റെ അമ്മായിയമ്മ വീട്ടിലത്തെ പണികൾ എന്താന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ആ അതൊക്കെ ഒരു കാലം. ഹലോ ഷിനോ, എന്താ ചെയ്യണ്? പണികളൊക്കെ ഒരുങ്ങിയാ? ഇല്ല, പണിയൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട്. എന്താ അത്? സമയം ഇപ്പൊ 12 മണിയായി, ഇപ്പോഴും കഴിഞ്ഞില്ല? ഉമ്മില്ലേ അവിടെ? ഉണ്ട് ഉണ്ട്, ഞാനൊരു പണി ചെയ്യാൻ കൊടുത്തിക്കാണ്. അല്ലാ, അതിൻ്റെ അടുത്തോ? എന്താടി? കുറച്ച് പണിയൊക്കെ ചെയ്യട്ടെ. നിന്നിട്ട് കുറേ കഷ്ടപ്പെടുത്തിയതല്ലേ, അതുകൊണ്ട് എനിക്ക് അറിയണതും കൂടി അറിയില്ല, അവർക്ക് അതിനും കൂടി ചെയ്യിക്കുന്നുണ്ട്. ഷിനു, നീ ഉമ്മാനെ വെറുതെ വെറുപ്പിക്കാൻ നിൽക്കണ്ടാട്ടാ. നമുക്ക് കാലാകാലം അവിടെ ഇരുന്ന് വരാനുള്ളതാണ്. അതിപ്പോഴും ഓർമ്മ വേണം നിനക്ക്. നിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു കുഴപ്പം ഉണ്ടായില്ല, നീ പേടിക്കേ വേണ്ട. എനിക്കറിയാം ഇതിനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. അതിങ്ങനെ തടിയനങ്ങാണ്ടി ഇരുന്നിരുന്നിട്ടേ അവസാനം അതിനെ കൊണ്ട് ഒന്നിനും പറ്റാണ്ടാവും. പിന്നെ അത് കടപ്പിലും ആവും. അപ്പം കടന്ന് ബുദ്ധിമുട്ടുന്നത് ആരാ? ഞാനും നീയും അല്ലേ? അപ്പം അതിനെക്കാട്ടിലും നല്ലതെന്താ? അവനെയും കൊണ്ട് ഓരോ പണികൾ ചെയ്യിപ്പിക്കുക തന്നെയാണ്. ഇതാവുമ്പോൾ അവൻ്റെ ശരീരം ഇളകുകയും ചെയ്യും, നമ്മുടെ പണിക്ക് ഒരു ആക്കവും കിട്ടും. ഷിനോ, നിനക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നോ? എന്നെയും കൊണ്ടൊന്നും സഹിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെ കാട്ടാന്. നിനക്ക് തന്നെ പറ്റുള്ളൂ. ഇവിടെ ഞാൻ അമ്മാൻ്റെ അടുത്ത് നിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അമ്മ അങ്ങനെ പറഞ്ഞായിരുന്നു, അവൻ്റെ അടുത്ത് അവിടെ നല്ല പോലെയൊക്കെ നിൽക്കാൻ പറയേന്ന്. ഉമ്മാക്കും ഉപ്പാക്കും നിന്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട്. അവൻ്റെ അടുത്ത് ഒരു പേടിയും പേടിക്കണ്ട പറ. ഇതേ ഷിനു ആണ്, അല്ലാണ്ട് നീയല്ല. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ വരുമ്പോഴേക്കേ ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരാം ഞാൻ. അതിന് ഞാൻ നാളെ മറ്റന്നാളായിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ക്ലിയർ ആക്കോ നീ? നീന് നാളെയും മറ്റന്നാളും ഇങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കണ്ട. ഏതായാലും പോയതല്ലേ, കുട്ടികളെയും കൊണ്ട് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കൂടി ഒരു 10 ദിവസം നിന്നോ അവിടെ. അതൊന്നും വേണ്ട, എനിക്ക് പേടിയാണ്. ഒരു പേടിയും പേടിക്കണ്ട നീ. ഞാനില്ല ഇവിടെ. നീ നിന്റെ സൗകര്യം പോലെ വന്നാൽ മതി. അളിയൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ പോരെ, പിന്നെന്താണ്? നിൽക്കാനൊക്കെ പോതിൻ്റെ അടി, പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസം പറഞ്ഞിട്ട് വന്നതല്ലേ, പിന്നെ ഒരാഴ്ചയൊക്കെ നിന്നാലേ പിന്നെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ. ഞാൻ പറയാം അമ്മാൻ്റെ അടുത്ത് നീ പനിയായിട്ട് കിടക്കണെന്ന്. ഡോക്ടർ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കണമെന്ന് പറയാ. പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതൊക്കെ പറയേണ്ട രീതിയിൽ ഞാൻ പറയാം, വിശ്വസിപ്പിച്ചെടുത്താൽ പോരെ. അതിന് എനിക്ക് പനിയാണെന്ന് പറഞ്ഞാലേ അത് എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നാലോ? ആര്? ഇവരോ? നിനക്ക് വല്ല പ്രാന്തം ഉണ്ടോ താത്ത? നല്ല ആളും കാണാൻ വരുന്നത്. ഇപ്പം അഥവാ വന്നാൽ തന്നെ നിനക്ക് പനിച്ച് കിടക്കുമ്പോൾ കിടന്നാൽ പോരെ. എന്നാ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം നിൽക്കാലേ. ശരി, എന്നാ വെച്ചോ. ഈ പെണ്ണ് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമോ? ഉമ്മ, ഞാൻ കല്യാണത്തിന് പോകണം കേട്ടോളി. ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി കൂട്ട എന്താ വേണ്ടി വെച്ച് ഉണ്ടാക്കിക്കോളി. പച്ചക്കറി ഇരിക്കുന്നുണ്ട്, കോഴിമുട്ടയുണ്ട്. ആരുടെ കല്യാണം? അപ്പൊ ഉമ്മാൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്, ഞാൻ രാവിലെ അതിന് പോകുന്നു. പറഞ്ഞ നീയേ, ഞാൻ അതൊന്നും കേട്ടില്ല. എന്നാ നിനക്ക് ആ പണി മുഴുവൻ ചെയ്തിട്ട് പോകായിരുന്നോ? ഇനിയിപ്പോൾ ഞാൻ അതിനൊക്കെ നിന്ന് പറഞ്ഞ സമയം വൈകും. ഇപ്പം തന്നെ നേരം വൈകി. നീ കുളിച്ചു ഒരുങ്ങി പോകുമ്പോഴേക്ക് ഉച്ചയാവും. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുക? നീ അവിടെ പോയിട്ട് ബിരിയാണി തിന്നുമ്പോൾ ഞാനിവിടെ ഈ വെറും പച്ചച്ചോറ് വരുത്തിന്നേ. അതൊന്നും പറ്റില്ല, നീ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി. അമ്മ, അതിന് എനിക്ക് ഇപ്പം തന്നെ നേരം വൈകി. ഇപ്പം ഞാൻ അതിനൊക്കെ നിന്ന് പറഞ്ഞ വൈകുന്നേരത്തെ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അപ്പം അങ്ങനത്തെ ഒരു കല്യാണത്തിനൊക്കെ പോകണമെന്നുണ്ടെങ്കിലേ രാവിലെ നേരത്തെ എണിച്ച് പണികളൊക്കെ ചെയ്ത് വെക്കണേ. അല്ലാണ്ട് ഊരും പല്ലിന് ഉച്ചയ്ക്കല്ലേ എണിക്കുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി തിന്നൂടെ? ഉണ്ടാക്കാൻ അറിയാത്ത കേടൊന്നുമില്ലല്ലോ, സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെന്താ ഞാൻ തന്നെ ഉണ്ടാക്കണം ഇത്ര വാശി? വാശിയാണെന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കോ. അത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ മതി എങ്ങടാ പോണെന്ന് വെച്ചാൽ. അല്ലാണ്ട് ആ വെറുംചോറ് ഞാൻ തിന്നുന്നൊന്നും ആരും വിചാരിക്കണ്ട. തിന്നിട്ടില്ലെങ്കിൽ മകനായിട്ട് കേട്, അല്ലാണ്ട് എനിക്കൊന്നല്ല. ഇതിപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല എന്ന് പറയാം. ഇതൊരു തരം വാശിയാണേ. എനിക്കിപ്പോൾ എന്താ, ഞാൻ ഉണ്ടാക്കി തിന്നില്ല, അതന്നെ ഉണ്ടാവുക.
ഞാനൊരു സാധനം ഉണ്ടാക്കി തിന്നില്ല, പട്ടിണി കിടന്നാലും ശരി. നിങ്ങൾ തിന്നില്ലെങ്കിൽ ഇപ്പം ആർക്ക് പോയി? എനിക്ക് മൂക്ക് മുട്ട തിന്നാളതൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ തിന്നാണ്ടിരിക്കുക, എന്താന്ന് വെച്ചാൽ ചെയ്യേ. പിന്നെ താത്താൻ്റെ അടുത്ത് കാട്ടുന്ന വെളച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അവൾ ചിലപ്പോൾ പോയിട്ടില്ലെങ്കിലും വേണ്ടില്ലാവട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരികയായിരിക്കും നിങ്ങളെ പേടിച്ചിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് അത് നടക്കില്ല. ഒരു കാര്യം ചെയ്യേ, അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയേ. അവളുണ്ടെങ്കിൽ എനിക്കിവിടെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തിനാ അവളുടെ അടുത്ത് വരാൻ പറയണത്? അവൾ അവിടെ തീരെ വെയ്യാണ്ട് കിടക്കണേ. അവൾ നോക്കാൻ തന്നെ ഇപ്പോൾ ഒരാൾ വേണം. നിങ്ങൾ സ്നേഹക്കൂടുതലുണ്ടെന്നല്ലല്ലോ വിളിച്ച് വരാൻ പറയണത്. ഇവിടുത്തെ പണികൾ ചെയ്യിക്കാൻ തന്നെയല്ലേ. തൽക്കാലം അവളുടെ പൈന് കിട്ടില്ല. ഡോക്ടറെ നല്ല ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പോയിട്ട് അവളെയും കൂടി കണ്ടിട്ട് അങ്ങോട്ട് വരുവുള്ളൂ. എന്തൊരു നാക്കാണ് ഈ പെണ്ണിന്. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ചെക്കന്മാരനെ പറഞ്ഞാൽ മതി. എന്തൊക്കെ പിന്നെ നിന്റെ വർത്താനം? നിന്നെ പുറത്തേക്കൊന്നും കാണാനേ ഇല്ലല്ലോ ചെറുതിൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ. ഒന്നും പറയണ്ട എൻ്റെ ഇവളേ, ഞാൻ ആകെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ നിന്നിപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞതേ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നീ ഇപ്പോൾ പറഞ്ഞല്ലോ ചെറുതിൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ എന്നെ പുറത്തേക്കൊന്നും കാണാനില്ലാന്ന്. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ചെറുതൊന്ന് വന്ന് കയറിയിട്ടുണ്ടല്ലോ മരുമകളായിട്ട്. റബ്ബേ, അതെന്താ സാധനം പറഞ്ഞിട്ടാണ്. അത് എത്രയേ ഉള്ളൂന്ന് നീ കാണണ്ട. അതിൻ്റെ വായന്ന് വരുന്ന വർത്താനങ്ങളേ അല്ലാഹ് ഒന്നും പറയണ്ട. അത് ഇവിടെ ഉള്ള സമയത്ത് നീ ഇവിടെ ഒന്ന് വന്ന് നോക്ക്, അപ്പം അറിയാം നിനക്ക്. തന്നെ മൂത്തേനെ പോലെ അല്ലാലേ. രണ്ടും ഒരു വാപ്പാൻ്റെ ഉമ്മാൻ്റെ മക്കളായിട്ടപ്പം ഈ കോലം. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല അവളെ. അപ്പ ചോദ്യം വരുവേ, എവിടേക്കാണ്, എന്തിനാണ്, ഏതിനാണ്. അത് മാത്രമല്ല അവളുടെ അടുത്തൊരു പണിയും പറയാൻ പാടില്ല. പറഞ്ഞാലേ പകുതി മുക്കാ പണി എന്നെ അങ്ങോട്ട് ഏൽപ്പിക്കും. അത് പേടിച്ചിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പോണില്ല. എന്തോ കാട്ടിയും കൊണ്ട് പോട്ടെ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് ഞാൻ. എന്താ ഒരു കഷ്ടം. മൂത്തോളുള്ള സമയത്തെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഒക്കെ അവൾ എന്നെ ചെയ്യുമായിരുന്നു. അപ്പം അതിനെ പോലെ തന്നെ ആയിരിക്കും ഇതെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇത് ഇത്ര കടികട്ടിയുള്ള സാധനമാണെന്ന് ഞാൻ അറിഞ്ഞോ? അറിഞ്ഞതാണെങ്കിൽ ഞാൻ കൊന്നാലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അതിന് ഇപ്പോഴത്തെ കുട്ടികളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, ഒക്കെ കണക്കാണ്. ഈ പണ്ടത്തെ പെൺകുട്ടികളുടെ അടുത്തും ഭരിക്കും പോലെയൊന്നും ഇതെടുത്ത് അടുത്ത് നടക്കില്ലേ. ഇപ്പൊ വരികയായിരിക്കും. സമയം 5 മണിയായില്ലേ. വന്നറിയാ സ്വഭാവം. കണ്ടോ നീ? ആ ഉമ്മക്ക് കൂട്ടിന് ആളൊക്കെ ഉണ്ടല്ലോ. താത്ത എപ്പോഴാ വന്ന്? ഞാൻ വന്നിട്ടൊക്കെ കുറച്ചു നേരമായി. നീ കല്യാണത്തിന് പോയിക്കായിരുന്നു എന്ന് പറഞ്ഞു ഉമ്മ. വീട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നാ? താത്താക്ക് എങ്ങനെയുണ്ട്? നല്ല റെസ്റ്റ് തന്നെയാണ്. അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. നല്ല മാറിയിട്ട് ഇപ്പം ഇങ്ങോട്ട് വിട്ടാക്കുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി. ഞാൻ എന്നാ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. താത്ത ഇരിക്കിട്ടോളി. ഇല്ല, ഞാൻ ഇരിക്കണില്ല, പോകാൻ നോക്കട്ടെ. പോണ്ടേ, ഇരിക്കേ. കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. ഇല്ല, എനിക്ക് പോണം. പോണ വഴിക്ക് ആ റുക്കേൻ്റെ വീട്ടിലൊന്ന് കയറണം എനിക്ക്. പോണം പോണം, എന്തായാലും പോണം. എന്നാലല്ലേ ഇവിടുന്ന് കിട്ടിയതൊക്കെ അവിടെ പോയി പറയാൻ പറ്റുള്ളൂ. പോകാണ്ടിരിക്കണ്ട. ചായ കൊടുത്തമ്മ അവർക്ക്? ഇല്ലേ. അതെന്താ ഞാൻ വരാൻ കാത്തിരിക്കായിരുന്നു? ഉമ്മാക്ക് വെച്ചു കൊടുക്കായിരുന്നില്ലേ? ഉമ്മാന്റെ കൂട്ടുകാരിയല്ലേ. അതിന് എനിക്ക് ചായ ഒന്നും വേണ്ട കുട്ടിയേ. ഞാൻ റുക്കാൻ്റെ അവിടെ നിന്ന് കുടിക്ക. എന്നാ അതാ നല്ലത് താത്ത. എന്തായാലും നല്ലൊരു ന്യൂസ് അവിടെ എത്തിക്കണ്ടല്ലോ. അപ്പൊ അവര് വെച്ചുതരാണ്ടിരിക്കില്ല. കണ്ടില്ലേ നീ സ്വഭാവം അവന്റെ തന്നെ ദിവസം ഇവിടെ. ഞാൻ എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ലടിയേ. ഇതെന്തെന്നാലും ഇങ്ങനെ. ഞാൻ ഉണ്ടാണ്ട് വീട്ടിലിരുന്നാ മതിയായിരുന്നു. നിന്നെ കുറേ ആയി കണ്ടിട്ട് പറഞ്ഞിട്ട് എന്താ വിശേഷം അറിയാൻ പറഞ്ഞിട്ട് വന്നതാ ഞാൻ. അതിന് വയറ് നിറച്ച് കിട്ടി എനിക്ക്. നീ റുക്കേൻ്റെ അങ്ങോട്ടും പോകണില്ല, എങ്ങോട്ടും പോകണില്ല. നീ അല്ലാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ തന്നെ പോയിരിക്കട്ടെ ഞാൻ. നീ അധികം ചിരിക്കൊന്നും വേണ്ട. അതിൻ്റെ അടുത്തൊക്കെ സൂക്ഷിച്ചും കണ്ടിട്ടൊക്കെ നിൽക്കാൻ നോക്കിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ അത് നിന്നെ പന്ത് തട്ടുമ്പോൾ തട്ടും. ഇപ്പോഴത്തെ ചെക്കന്മാരൊക്കെ പെണ്ണുങ്ങൾ പറയുന്നതാ കേൾക്കണത്. പണ്ടത്തെ പോലെ തന്തയും തള്ളിയും പറയുന്നതൊന്നും ആരും കേൾക്കാൻ നിൽക്കണില്ല. അതുകൊണ്ട് നീ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ടൊക്കെ വിട്ടോ. അതായിരിക്കും നല്ലത് തോന്നുന്നുണ്ട്. ഷീനോ, എന്താ കാട്ടണ നീ ഇവിടെ? ഞാൻ എന്താ കൂട്ടാത്തേക്കുള്ള കഷ്ണങ്ങളരിയ. അന്നത് കഴിഞ്ഞിട്ട് അവിടെ റംലാൻ്റെ അടുത്ത് കുറച്ച് മാങ്ങയുണ്ട് അത്രേ. അത് പോയി വാങ്ങിയിട്ട് വായോ. എനിക്കിത് കഴിഞ്ഞിട്ട് കുറേ തീരുമാനമുണ്ട്. അത് വാങ്ങിയിട്ട് വന്നിട്ട് ചെയ്യേ. എത്ര നേരമാണ് അത് പോയിട്ട് വാങ്ങിയിട്ട് വരാന്? അപ്പം നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പോയിട്ട് വാങ്ങിയിട്ട് വന്നൂടെ? എന്തിനാ വേറൊരു അടുത്ത് കൽപ്പിക്കാൻ നിൽക്കുന്നത്? എനിക്ക് അല്ലാണ്ട് തന്നെ ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. എനിക്കതുവരെ നടക്കാൻ വയ്യാത്തോണ്ടല്ലേ നിൻ്റെ അടുത്ത് പറഞ്ഞ്.
എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ കഷ്ണമൊക്കെ മുറിച്ചിട്ട് കൂട്ടാൻ വെക്കേ. എന്നാൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അല്ലാണ്ട് എല്ലാ പണിയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ. ഇത് വീട്ടിലത്തെ പണികൾ മുഴുവൻ ചെയ്യുകയും വേണം, ആരാൻ്റെ വീട്ടിൽ പോയി ഇരക്കുകയും വേണം പറഞ്ഞാൽ എല്ലാ പണിയൊന്നും എനിക്ക് ചെയ്യാൻ വയ്യ. അല്ല എന്തിനപ്പോൾ നിങ്ങൾക്ക് മാങ്ങയല്ലേ ഇവിടുത്തെ മൂച്ചിൽ ഇഷ്ടം പോലെ നിൽക്കുന്നത്? ഇനി ഇതൊന്നും പോലണ്ട് അവിടെ നിന്ന് കൊണ്ടുവരാൻ നിൽക്കണോ? അതിനത് അച്ചാറിടാനാണേ. ഇവിടുത്തെ മാങ്ങ അച്ചാറിട്ട് പറഞ്ഞാൽ നന്നാവില്ല. ഓ, പുതിയ കണ്ടുപിടുത്തം. അല്ല എന്നിട്ട് ആരാ അച്ചാറുണ്ടാക്കാൻ പോണ്? ആ ആ, അപ്പൊ നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? പിന്നെ എനിക്ക് പണ്ട് അച്ചാർ കമ്പനിയിലായിരുന്നല്ലോ പണി, എനിക്കൊന്നും അറിയില്ല. അപ്പൊ നിന്റെ താത്ത ഉണ്ടാക്കുമായിരുന്നല്ലോ, എന്നിട്ടെന്താ നിനക്കറിയാത്ത? താത്ത അതിന് നിങ്ങൾ പേടിച്ചിട്ട് പഠിച്ചതാ, അല്ലെങ്കിൽ നിങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കണ്ടേ പറഞ്ഞിട്ട്. എന്നെ അതിന് കിട്ടില്ല. എന്തമ്മ നിങ്ങൾ കാട്ടണ്? കൂട്ടാൻ വെക്കേ? ഇങ്ങോട്ട് മാറി, ഞാൻ ചെയ്യതൊക്കെ. വേണ്ട, ഞാൻ തന്നെ ചെയ്യ. അത് കുഴപ്പമില്ല, ഞാൻ ചെയ്യേ. നിങ്ങൾ അവിടെ പോയിരുന്നോളി. എന്നിട്ട് വേണം നിന്റെ അനിയത്തിന്റെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കാൻ. നീ ഇപ്പൊ എന്തെങ്കിലും കഴുകിടാണ്ടെങ്കിൽ കഴുകിയിട്. പുറത്ത് നല്ല വെയിലുണ്ടല്ലോ, അത് പോയി ചെയ്യേ. അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. ഷിനു, എന്താ നീ ഇമ്മാരി ചെയ്തത്? 37 ആകെ മാറിയിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ ഉണ്ടായതിപ്പോ? ഞാൻ അടുക്കളയിൽ പോയപ്പോഴേ 37 എന്തൊക്കെയോ കാര്യമായിട്ട് പണി ചെയ്യണു കേട്ടോ. അപ്പൊ മാറി ഞാൻ ചെയ്യാതൊക്കെ പറഞ്ഞപ്പോഴേ എന്താ പറയണെന്നറിയോ? വേണ്ട, അതൊക്കെ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂന്ന്. ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്, നീ വരുമ്പോഴേക്കും ഞാൻ അമ്മാനെ മാറ്റിയെടുത്തുണ്ടാവുമെന്ന്. എന്നാലും ഇത്രയ്ക്ക് മാറുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നീ ഇപ്പൊ എത്രയല്ലേ കണ്ടിട്ടുള്ളൂ? എന്നാ കണ്ടോ നിമ്മ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന്. എന്നാലും നീ എന്ത് ഡോസാ കൊടുത്തത് ഇങ്ങനെ മാറാന്? ഞാനൊരു നോണയും കൂടി പറഞ്ഞു അതിൻ്റെ അടുത്ത്. അല്ലമ്മ, നിങ്ങൾ എന്ത് കണ്ടിട്ട് ഇങ്ങനെ ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു പണി ചെയ്തൂടെ? ഞാനിവിടെ പണിയെടുത്ത് ചാകാനല്ല നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് കൊണ്ടു നിൽക്കുന്നത്. നിന്റെ താത്ത എല്ലാ പണിയും ചെയ്യുമായിരുന്നല്ലോ, പിന്നെന്താ നിനക്ക്? പണിയൊക്കെ നമ്മൾ എത്ര വേണമെങ്കിലും ചെയ്യാം, അതിനൊന്നും ഒരു മടിയുമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ഒന്ന് മേലനങ്ങാനെങ്കിലും ചെയ്യില്ലേ? വല്ല തിന്ന പാത്രം കഴുകി വെക്കേ, അല്ലെങ്കിൽ ഡ്രസ്സ് തിരുമ്പിയിട്, ഇതിനൊക്കെ ഒന്ന് അടിച്ചു വാരേ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തൂടെ? അങ്ങനെ വെറുതെ ഇരുന്ന് സുഖം കണ്ടൂലേ? എന്നാലേ ആ സുഖം അധികം നാളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ കിടപ്പിലാവും. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലൊരു താത്ത. ഒരു പണിയും ചെയ്യില്ല, ഒക്കെ മരുമകളെയും കൊണ്ട് ചെയ്യിപ്പിക്കും. നല്ല തണ്ടും തടി ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? വീട്ടിലത്തെ പണികൾ ചെയ്യണ്ടേ? വെറുതെ അങ്ങനെ ഇരുന്ന് തിന്ന് തിന്ന് അതിന് ഒന്നിനും വയ്യാണ്ടായി. പിന്നെ ഒരു 2-3 മാസം കടന്നുള്ളൂ, അങ്ങനെ മരിക്കുകയും ചെയ്തു. അങ്ങടെ അപ്പമ്മാൻ്റെയും പോക്ക്. ഈ വെറുതെ ഇരുന്ന് തിന്നണതേ അത്ര നല്ല സുഖമുള്ള ഏർപ്പാടാ പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾ. ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ രാവിലെയും വൈകുന്നേരം നടക്കണം എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതൊക്കെ തടി അനങ്ങാൻ വേണ്ടി പറയാണ്. നിങ്ങൾ കുറെ കാലമായില്ല ഇങ്ങനെ വെറുതെ ഇരിക്കണു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും നടന്നാൽ മാത്രം പോരാ, നല്ലോണം ദേഹളകി പണിയെടുക്കുക തന്നെ വേണം. എന്നാൽ തന്നെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി നിങ്ങൾ വെറുതെ ഇരിക്കേ, കടക്കേ, മരിക്കേ, എന്താന്ന് വെച്ചാൽ ആയിക്കോളി. ഞാൻ നല്ല അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മറിച്ചു. ഇത് കേട്ടപ്പോൾ മുപ്പത്തേൻ്റെ മുഖമൊന്ന് കാണണമായിരുന്നു നീ. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണിയും കൊടുക്കും, ചെയ്യട്ടെ പറഞ്ഞിട്ട്. അങ്ങനെ പേടിച്ചിട്ട് നന്നായതാണ്. നീ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ ചെയ്യാ പറഞ്ഞിട്ട് അതിൻ്റെ സ്വഭാവം പഴയ പോലെ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അതിനിപ്പോൾ എന്നെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. അത് അതുപോലെ തന്നെ നിൽക്കട്ടെ, എന്നാലും നിൻ്റെ അടുത്ത് ഇത്തിരി മയത്തിലൊക്കെ നിൽക്കുകയുള്ളൂ. എന്തായാലും നിൻ്റെ പഴയ അമ്മായിമ്മനെ ഞാൻ മാറ്റി തന്നില്ലേ, ഇനി കുറച്ചും കൂടി മാറ്റാനുണ്ട്. അത് പോകെ പോകെ ചെയ്യാം. അമ്മായിമ്മ എന്നില്ല, ആരിനെയാണെങ്കിലും നമ്മൾ നിർത്തേണ്ടോടത്ത് നിർത്തണം. അല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ തലയിൽ കയറുള്ളൂ, പിന്നെ നമുക്കതൊരു ഒഴിയാബാധയാവും.